നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളെക്കുറിച്ച് ഈ തൊടുകുറിയിലൂടെ മനസ്സിലാക്കാം. അതിന് ഏവരും ചെയ്യേണ്ടത് ആ വ്യക്തിയെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നിരിക്കുന്നതായ 2 നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക എന്നതാണ്. ആദ്യത്തെ നമ്പർ 1 രണ്ടാമത്തെ നമ്പർ 6 ആകുന്നു. ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതും അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ തൊടുകുറിയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഈ 2 നമ്പറുകളിൽ ഒരു നമ്പർ തെരഞ്ഞെടുക്കുക. ഏവരും ഒരു നമ്പർ തെരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമമോ അല്ലെങ്കിൽ ഓം കാളി എന്നോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ നമ്പറായ 1 നിങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ളതെങ്കിൽ 1 ബന്ധപ്പെട്ട ഫലങ്ങൾ ഇപ്രകാരമാണ്. ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നതായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾക്കിടയിൽ നിന്നും അകലുന്നതാണ്. ചില പ്രയാസങ്ങൾ നിങ്ങൾക്കിടയിലുണ്ടെങ്കിൽ അത് മാറുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ കടന്നുവരാവുന്നതാണ്. അത് അഭിപ്രായ വ്യത്യാസങ്ങളാണെങ്കിൽ പോലും അത്തരം കാര്യങ്ങൾ രമ്യതയിൽ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചേക്കാം. ജോലിയുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങളെ ബാധിക്കുന്നുണ്ടെങ്കിൽ അത്തരം പ്രശ്നങ്ങളെ ഒഴിവാക്കുവാനും ജോലിയിൽ ശ്രദ്ധിക്കുവാനും നേട്ടങ്ങൾ കൊയ്യുവാനും സാധിച്ചേക്കാം. ജോലിയുമായി ബന്ധപ്പെട്ട് ഉയർച്ച വന്നു ചേരാം. അത് ആ വ്യക്തിയുടെ പിന്തുണയാലോ അല്ലെങ്കിൽ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ടു പോകുന്നതിനാലോ ആകാം. ഒരുമിച്ച് താമസിക്കുവാനുള്ള അവസരങ്ങളും തർക്കങ്ങൾ ഒഴിയുന്നതിനും അവസരമുണ്ടാകും. വളരെയധികം തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും അത്തരം കാര്യങ്ങൾ ഒഴിവാകുവാനും അകൽച്ചയില്ലാതാകുവാനും ഉള്ള അവസരങ്ങൾ വന്നുചേരും. ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടാണെങ്കിലും അത്തരം അകൽച്ചകൾ ഇല്ലാതാകുന്നതിനുള്ള അവസരങ്ങളുണ്ടാകും. അവരുടെ ഓർമ്മകളിൽ നിങ്ങളുണ്ട് എന്നതാണ് വാസ്തവം. ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നു എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ അവർ നിങ്ങളെ മറന്നിട്ടില്ല. നിങ്ങളുടെ മനസ്സിലും ചില ചിന്തകളുണ്ട് എന്ന കാര്യവും ഓർക്കേണ്ടതുണ്ട്. മറ്റുള്ളവർ നിങ്ങളെ ആക്ഷേപിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ പോലും നിങ്ങൾ തളരേണ്ടതില്ല എന്നതാണ് വാസ്തവം. അത്തരം കാര്യങ്ങളെ തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ സാധിക്കുന്ന വ്യക്തികളായി നിങ്ങൾ മാറും. അഭിമാനികൾ തന്നെയാണ്. നിങ്ങൾ സ്നേഹിച്ചാൽ എന്ത് നൽകുന്നവരുമാണ്. എന്നാൽ പലപ്പോഴും ഇത് പലരും നിങ്ങൾക്കെതിരെ തന്നെ ആയുധമാക്കിയിട്ടുണ്ട് എന്നതാണ് വാസ്തവം. പലരും നിങ്ങളെ ചതിച്ചിട്ടുള്ളവരാണ്. ഉറ്റ സുഹൃത്തുക്കളോ വേണ്ടപ്പെട്ടവരോ നിങ്ങളെ ഇത്തരത്തിൽ പലപ്പോഴും തകർക്കുകയോ ചതിക്കുകയോ ചെയ്തിട്ടുണ്ട് എന്ന കാര്യം ഓർക്കുക. മറ്റുള്ളവർ ഇടപെട്ട് പലപ്പോഴും നിങ്ങളുടെ ബന്ധം തകർക്കാനായി ശ്രമിക്കുന്നു എന്ന കാര്യം ഓർക്കണം. ചില അവസരങ്ങളിൽ ഇത്തരം ഇടപെടലുകൾ നിങ്ങളുടെ ബന്ധത്തിൽ വിള്ളൽ വീഴുവാൻ കാരണമായി തീരാം. എന്നാൽ ചില അവസരങ്ങളിൽ നിങ്ങൾക്കത് തരണം ചെയ്യുവാൻ സാധിച്ചേക്കാം. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ അത് നിങ്ങളെ ദോഷകരമായി ബാധിക്കും എന്ന കാര്യം ഓർക്കണം. കഷ്ടതകൾ അനുഭവിച്ച നിങ്ങൾക്ക് തീർച്ചയായും ചില അനുകൂലമായ വാർത്തകൾ ജീവിതത്തിൽ തേടിവരാവുന്നതാണ്. മറ്റുള്ളവരെപ്പോലെ വലിയ ആഡംബരം ആഗ്രഹിക്കുന്നവരല്ല നിങ്ങൾ. കടബാധ്യതകൾ പലപ്പോഴും ജീവിതത്തിൽ വിഷമഘട്ടങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന കാര്യവും ഓർക്കണം. നിങ്ങളെക്കുറിച്ച് പല വ്യക്തികളും തെറ്റായ പല കാര്യങ്ങളും പറയുന്നു അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്നു എന്നതാണ് വാസ്തവം. അത് നിങ്ങളെ ബാധിക്കില്ലെങ്കിൽ പോലും വിഷമങ്ങൾ നൽകുന്നു എന്ന കാര്യം ഓർക്കണം. ബന്ധങ്ങളിൽ പോലും ചില വിഷമങ്ങൾക്ക് ഇത് കാരണമായി തീരാറുമുണ്ട്. എന്നാൽ നിങ്ങളുടെ ബന്ധം തകർക്കാൻ ആർക്കും സാധിക്കില്ല എന്ന കാര്യം ഓർക്കണം. നിങ്ങൾക്കിടയിലുള്ളത് സുഹൃദ്ബന്ധമാണെങ്കിലും പങ്കാളിയാണെങ്കിലും ആ ബന്ധം തകർക്കുവാൻ സാധിക്കുന്നതല്ല. അതിന് ശ്രമിക്കുന്നുവെങ്കിൽ പോലും അതിന് സാധിക്കാതെ അവർ പിൻവാങ്ങേണ്ടതായി വരും. നിങ്ങൾക്കിടയിൽ പലപ്പോഴും കലഹങ്ങളുണ്ടാകാറുണ്ട്. വളരെയധികം വേദനകൾ നൽകുന്നതായ കലഹങ്ങളാണെങ്കിൽ പോലും നിങ്ങളത് പലപ്പോഴും പൊറുക്കുന്നവരാണ്. മിണ്ടാതിരിക്കുവാൻ സാധിക്കില്ല എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. അതിനാൽ തന്നെ ഇപ്പോൾ അനുഭവിക്കുന്നതായ ഈ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളെ തരണം ചെയ്ത് ധൈര്യമായി മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. രണ്ടാമത്തെ നമ്പറായ 6 തെരഞ്ഞെടുത്തതെങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. നിങ്ങളിൽ ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നതായ സാഹചര്യമാണുള്ളത്. അതിനാൽ പല കാര്യങ്ങളും അനുകൂലമായി തീരാം. പലപ്പോഴും നിങ്ങൾക്കിടയിൽ അഭിപ്രായവ്യത്യാസങ്ങൾ കൂടുകയോ മനസ്സമാധാനം നഷ്ടപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. അതിൽ നിന്നും ചില മാറ്റങ്ങൾ കടന്നുവരാവുന്ന സാഹചര്യങ്ങളുണ്ടാകും. മറ്റുള്ളവർക്ക് അത്ഭുതം സൃഷ്ടിക്കും വിധം നിങ്ങൾക്ക് മുന്നോട്ടു പോകുവാൻ സാധിക്കും. കാരണം പല മാറ്റങ്ങളും നിങ്ങൾക്കിടയിൽ കടന്നുവരാനുള്ള സാധ്യതകളുണ്ട്. അത്തരത്തിലുള്ള ചിന്തകൾ അവർക്കിടയിലും ഉണ്ട് എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും ഒരേ അഭിപ്രായങ്ങൾ പല കാര്യങ്ങളിലും കടന്നുവരുന്നില്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്.
ചില കാര്യങ്ങളിൽ അഭിപ്രായവ്യത്യാസങ്ങൾ തർക്കങ്ങൾക്കോ വിഷമതകൾക്കോ കാരണമാകുന്നുണ്ട്. അത് പരിഹരിക്കണമെന്ന് അവർക്കും ആഗ്രഹമുള്ളതാണ്. അത്തരം കാര്യങ്ങൾ രമ്യതയിൽ പരിഹരിച്ചുതന്നെ നിങ്ങൾക്ക് മുന്നോട്ടു പോകുവാൻ സാധിച്ചേക്കാം. പലപ്പോഴും അധികം സംസാരിക്കാത്തവരാണ് നിങ്ങൾ. അത്തരം കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും അകന്നുപോകുന്നു എന്ന തോന്നൽ നിങ്ങൾക്കിടയിലുണ്ട്. പുറകെ നിൽക്കുന്ന പലരും നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയോ പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. പലപ്പോഴും അവരെ മുന്നിൽ നിർത്തേണ്ടതായ സാഹചര്യങ്ങൾ വന്നുചേരുന്നു. നിങ്ങൾക്ക് ഉപദ്രവം ചെയ്യുന്ന വ്യക്തികളോ താൽപ്പര്യമില്ലാത്ത വ്യക്തികളോ നിങ്ങൾക്കിടയിൽ പ്രശ്നപരിഹാരത്തിനായി നിൽക്കുകയും ആ പ്രശ്നങ്ങൾ വലുതാവുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. എന്നാൽ സമയം കണ്ടെത്തി തന്നെ നിങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് അനിവാര്യമായി മാറിയിരിക്കുന്ന സാഹചര്യമാണുള്ളത്. കഴിവതും ഒരുമിച്ച് തന്നെ മുന്നോട്ടു പോകുക. ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. മനസ്സിൽ തുറന്നു പറയുവാൻ സാധിക്കാത്തതായ കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ തുറന്നു പറയേണ്ടത് അനിവാര്യവുമാണ്. നല്ല ആശയവിനിമയം നിങ്ങൾക്കിടയിലുണ്ടാകേണ്ടത് അനിവാര്യമാകുന്നു. പല അവസരങ്ങളിലും അത് നഷ്ടപ്പെട്ടു പോകുന്നു എന്ന ചിന്ത ഇരു കൂട്ടർക്കുമുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ടു പോകണം എന്ന് ചിന്തിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും അതിൽ പരാജയങ്ങൾ നേരിടേണ്ടതായി വരുന്നു. ഇരുവർക്കുമിടയിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ വന്നുചേരുന്നു എന്നതാണ് വാസ്തവം. പുറമേ കാണിച്ചില്ലെങ്കിലും ഉള്ളിൽ വളരെ ഇഷ്ടമാണെങ്കിലും പല പ്രശ്നങ്ങളും ജീവിതത്തിൽ വന്നുചേരുന്നു. ചില കാര്യങ്ങളോട് യോജിക്കാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട്. സത്യസന്ധരാണ് നിങ്ങൾ. എന്നാൽ പല വ്യക്തികൾ മൂലവും നിങ്ങൾ ചതിക്കപ്പെടുകയോ വിഷമഘട്ടങ്ങൾ കടന്നുവരികയോ ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഭാഗ്യം നിങ്ങൾക്കനുകൂലമാകുന്ന സമയമാണ്. അതിനാൽ തന്നെ പല കാര്യങ്ങളും ജീവിതത്തിൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. മറ്റുള്ളവർക്ക് പലപ്പോഴും നിങ്ങളെ മനസ്സിലാക്കുവാൻ സാധിക്കണമെന്നില്ല. നിങ്ങളുടെ മനസ്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത് എന്ന കാര്യം ഓർക്കുക. അത് പരിഹരിക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ജീവിതത്തിലേക്ക് കടന്നുവരിക. അതിനാൽ ക്ഷമയോടെ തന്നെ ഇത്തരം കാര്യങ്ങളെ നിങ്ങൾ നേരിടേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്.